Hey guys and welcome back to Best Car Picks. നമ്മളിപ്പോൾ ഈ അടുത്ത് കിയയുടെ പുതിയ സിറോസ് ഉണ്ട്, അതുപോലെ ലേറ്റസ്റ്റ് ജനറേഷൻ വെന്യൂ കണ്ടു. അങ്ങനെ കിയയുടെയും ഹ്യുണ്ടായുടെ വണ്ടികളെല്ലാവരും പതുക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറോസ് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായി, പക്ഷേ അതത്ര അങ്ങോട്ട് പച്ച പിടിച്ചില്ല. എന്തായാലും സോണറ്റിനാണ് ഇനി അപ്ഡേറ്റ് വരാനുള്ളത്. കാരണം സോണറ്റും ക്രെറ്റയും മാത്രമാണ് ഇപ്പോൾ ഹ്യുണ്ടായുടെയും കിയയുടെയും K2 പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്നത്. വരണം പിന്നെ SUV കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റില്ലല്ലോ. എന്തായാലും ഈ വണ്ടികൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നിട്ട് നമ്മുടെ സോണറ്റും വെന്യൂവും അതുപോലെ സിറോസ് എല്ലാം K1 പ്ലാറ്റ്ഫോമിലേക്കാണ് അവർ മാറ്റിയിരിക്കുന്നത്. അതുപോലെ ക്രെറ്റ, സെൽറ്റോസ് തുടങ്ങിയ വണ്ടികളെല്ലാം നേരെ K3 പ്ലാറ്റ്ഫോമിലേക്ക് എടുത്ത് തട്ടിയിട്ടുണ്ട്. K2 പ്ലാറ്റ്ഫോം അവർ ഏകദേശം മൊത്തമായിട്ട് ഒഴിവാക്കാനുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. കാരണം ജനറേഷൻ അപ്ഡേറ്റ് ആണ്, പ്ലാറ്റ്ഫോം മാറി. ഈ K1 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് അതിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോമാണ്. അത് ഒരു കുറച്ചും കൂടെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തൊന്ന് മോഡിഫൈ ചെയ്ത് ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഒന്ന് മാറ്റം വരുത്തിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. K2 പിന്നെ സ്ട്രക്ചറൽ റിജിഡിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, മേ ബി, അറിയില്ല. എന്തായാലും അവരത് ഒഴിവാക്കി. ഇനി നമുക്ക് ഡിസൈൻ നോക്കാനാണെങ്കിൽ ഇത് കുറച്ച് എന്താ പറയുന്നത്, ഫ്രണ്ടിലത്തെ റെൻഡേഴ്സൊക്കെ വെച്ച് ഞാൻ കാണിച്ചു തരുന്ന റെൻഡേഴ്സ്. എന്തായാലും ഇത് നോക്കുമ്പോൾ നമുക്ക് ടോപ്പ് പോർഷനിൽ അതിന് DRLs വരുന്നുണ്ട്, അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് വലിയൊരു എയർ ഡാം വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ താഴത്തായിട്ട് ഫോഗ് ലാംപ്സ് പോലത്തെ ഒരു ചെറിയ കട്ടൗട്ട് കാണാം. എന്തായാലും ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇതിൻ്റെ ബോഡിയിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കട്ട്സ് ആൻഡ് ക്രീസസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ പോലെ തോന്നും. പിന്നെ ഒരു പരിധി വരെയൊക്കെ ബോക്സിയാണ് എന്നും പറയാം. കറക്റ്റ് ബോക്സി ആണെന്ന് അറിയണമെങ്കിൽ വണ്ടി ഡെഫിനറ്റ്ലി റിയൽ ആയിട്ട് ലോഞ്ച് ചെയ്യേണ്ടി വരും. ഫ്രണ്ടിൽ നോക്കുമ്പം അത്ര ബോക്സി അല്ല, കുറച്ച് കേവിയാണ്. നമ്മളിപ്പോൾ സിറോസ് കണ്ട പോലെ അല്ലെങ്കിൽ അങ്ങനെ പുതിയ വെന്യൂ കണ്ട പോലെ അത്രയും ബോക്സി ആയിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾ ഏതായാലും റെൻഡേഴ്സ് കണ്ട് നോക്കി. ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ റെൻഡർ വരുന്നത്. ഇതിപ്പോൾ കറക്റ്റ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ടെസ്റ്റിംഗ് വണ്ടി ഇരിക്കുന്നത്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ ഇത്തിരി എവിടേക്ക് ഔട്ട് ഓഫ് പ്ലേസ് ആയതുപോലെ ഉണ്ട്. ഹ്യുണ്ടായുടെയും കിയയുടെയും അല്ലെങ്കിൽ പെർട്ടിക്കുലർലി കിയയുടെ പുതിയ ജനറേഷൻ വണ്ടികളിലെ ഒരു ഡിസൈൻ അത്ര അധികം ഇൻസ്പയർ ചെയ്ത് വരുന്ന രീതിയിലൊന്നും ഇത് കാണുമ്പോൾ തോന്നുന്നില്ല. പ്രത്യേകിച്ച് ആ വലിയ എയർ ഡാം ഏരിയയും അതുപോലെ നമ്മുടെ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന DRLs അങ്ങനത്തെ ഒരു പൊസിഷനിങ് ഒക്കെ കുറച്ച് വിയേർഡായിട്ടുണ്ട് മൊത്തത്തിൽ. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് കാണാം. അതായത് താഴത്തെ നമ്മുടെ ടെസ്റ്റിംഗ് വണ്ടിയും അതുപോലെ മുകളിൽ സെയിം ഫോട്ടോ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് മുകളിലത്തെ റെൻഡേഴ്സ് വന്നിരിക്കുന്നത്. സോ ഇങ്ങനെ വരികയാണെങ്കിൽ അഗെയിൻ വണ്ടി ലോഞ്ച് ചെയ്യുന്നതിന് പിന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാറ്. പക്ഷെ എന്നാലും ഇപ്പോൾ വന്നിരിക്കുന്ന റെൻഡേഴ്സും അതുപോലെ നമ്മുടെ സ്പൈ ഷോട്ട്സൊക്കെ വെച്ച് ഈ ഒരു രീതിയിലാവാം ഡിസൈൻ വന്നിരിക്കുന്നതാണ് പറയുന്നത്. സോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. അതല്ലാതെ സൈഡ് പ്രൊഫൈലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പുതിയ അലോയ്സിന് ഡിസൈൻ കിട്ടുന്നുണ്ട്. 17 ഇഞ്ച് വരെ ചിലപ്പോൾ കിട്ടിയേക്കാം, കാരണം അവർ സിറോസിൽ 17 ഇഞ്ച് അലോയ്സ് കൊടുക്കുന്നുണ്ട്. വെന്യൂവിൽ നമുക്ക് ഇപ്പോഴും 16 ഒക്കെ തന്നെ കിട്ടുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ 17 ഇഞ്ച് ഉണ്ടെന്ന്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഇതിൻ്റെ സൈഡ് ഡിസൈൻ, ഇത് വണ്ടി കണ്ടിട്ട് അത്യാവശ്യം വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് ഇടയ്ക്ക് കറക്റ്റ് ആണ് എന്നുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവേ ഇങ്ങനത്തെ അലോയ്സിൻ്റെ പാറ്റേൺ ഉപയോഗിക്കുന്ന നമ്മുടെ കിയയുടെ പുതിയ വണ്ടികളാണ്. അതുകൊണ്ട് കിയ ആവാൻ തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഇനിയിപ്പോൾ കറക്റ്റ് ആണെന്ന് പറഞ്ഞാലും ഒന്നും പറയാൻ പറ്റില്ല, കാരണം സൈസ് ബാക്കിലേക്ക് അവരെ കുറച്ച് എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ സൈസ് ഡിസ്കൈസ് ചെയ്യാനാണ്. സോ മോസ്റ്റ്ലി കിയയുടെ വണ്ടി തന്നെയായിരിക്കും, സോണറ്റ് തന്നെയായിരിക്കും അവർ സൈസ് മറയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നതായിരിക്കണം. എന്തായാലും സോണറ്റിൽ ഡയമെൻഷൻ സൈസ് അങ്ങനെ ഒരുപാട് വ്യത്യാസമൊന്നും വരുത്താനില്ല. അവർക്ക് വേണമെങ്കിൽ കുറച്ച് വിട്ട് കൂട്ടാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഹൈറ്റ് കൂട്ടാം, അതിപ്പോൾ അവരുടെ ഇഷ്ടം. ലെങ്ത് എന്തായാലും 4 മീറ്റേഴ്സ് തന്നെ ആയിരിക്കണം, കാരണം എന്നാൽ മാത്രമേ ഈ ഒരു ടാക്സ് ബ്രാക്കറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുള്ളൂ. 8% ടാക്സിൻ്റെ അതായത് പെർസെൻറ്റേജ് കൊടുക്കേണ്ടി വരുള്ളൂ. സോ അതാണ്. ആൻഡ് ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർ ആ വലിച്ചു നീട്ടിയിരിക്കുന്ന ഒരു സംഭവം ബാക്കിൽ വെച്ചിട്ടുണ്ട് വിൻഷീൽഡിന് മുകളിൽ, വണ്ടിയുടെ സൈസ് മനസ്സിലാകാതിരിക്കാൻ. ടെയിൽ ലാംപ്സ് ഇതിനകത്ത് അത്ര ക്ലിയർ അല്ല, കാരണം ആ ചെറിയൊരു പോർഷൻ മാത്രമേ അവർ കവർ ചെയ്യാതെ വെച്ചിട്ടുള്ളൂ, ജസ്റ്റ് ലൈറ്റ് കാണുന്ന രീതിയിൽ മാത്രം. പക്ഷേ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ ഉറപ്പായിട്ടും കിട്ടുന്നുള്ളത് സംശയമൊന്നും വേണ്ട. അത് സോണറ്റിൽ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക വണ്ടികളിലും, ഒട്ടുമിക്കല്ല എല്ലാ വണ്ടികളിലും ഉണ്ട്. അതുകൊണ്ട് അതവരെന്തായാലും ഒഴിവാക്കാൻ പോകുന്നില്ല. പിന്നെ അതല്ലാതെ ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഒരു സിലോട്ട് എടുക്കുകയാണെങ്കിലും റിയറൊക്കെ നോക്കുമ്പം ഇങ്ങനെ കാണുമ്പം കുറച്ച് ബോക്സി ആയിട്ടുണ്ട്. പക്ഷേ പുതിയ വെന്യൂവിൻ്റെ ഡിസൈൻ നമുക്കറിയാം, അത് കുറച്ച് ബോക്സിയാണ്. അവർ K2 പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ ഒരിത്തിരി കറുതിയായിരുന്നെങ്കിലും ഇപ്പോൾ വരുന്ന വണ്ടികളെല്ലാം കൂടുതൽ ബോക്സിലേക്ക് ഡിസൈൻ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത്. ഇനി ഇൻറ്റീരിയറിൻ്റെ കുറച്ച് ലീക്സ് വരെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം, പക്ഷേ പ്രോപ്പറായിട്ട് നമുക്ക് ഡിസൈൻ കാണാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടില്ല. ബൈ ദ വേ ഇതിൻ്റെ ORVMs പുതിയ നമ്മുടെ സെൽറ്റോസിലൊക്കെ വന്നിരിക്കുന്നത് അതൊരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് കൊള്ളാം. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് എഡാസും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ ഈ വണ്ടിയിൽ ഇല്ലാത്തൊരു സംവിധാനമാണ്. ആക്ച്വലി സിറോസിൻ്റെ അകത്ത് കിയ ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു അപ്ഡേറ്റിൽ, അതായത് 2026 വണ്ടിയിൽ അത് എടുത്ത് കളഞ്ഞു. ചിലപ്പോൾ പ്രൈസ് നേരത്തെ കുറച്ചധികം കൂടുതലായതുകൊണ്ടായിരിക്കും, അങ്ങനെയാണ് അവർ ഏകദേശം 1 ലക്ഷം രൂപയുള്ള വണ്ടിയുടെ പ്രൈസ് കുറച്ചത്. അതിപ്പോൾ ഇനി ഈ വണ്ടിയിൽ ഉണ്ടാവില്ല എന്നുള്ള കണ്ടിട്ടുണ്ട് വരും. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോട്ടോ. എനിക്കറിയാം പ്രത്യേകിച്ചൊന്നും ക്ലിയർ അല്ല എന്നുള്ളത്, പക്ഷേ എന്തായാലും ഡാഷ്ബോർഡ് ഡിസൈൻ കംപ്ലീറ്റ്ലി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ജനറേഷൻ അപ്ഡേറ്റ് ആണ്, പ്ലാറ്റ്ഫോം മാറി. സോ മൊത്തത്തിൽ റീഡിസൈൻ എല്ലാ സ്ഥലത്തും വരും. അതുപോലെ തന്നെ നമുക്ക് ഫീച്ചേഴ്സിലും വ്യത്യാസം വരും. ഇപ്പോൾ സിറോസിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ ട്രിപ്പിൾ സ്ക്രീൻ, അതായത് 12.3 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, 12.3 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, പിന്നെ നടുവിലൊരു 5 ഇഞ്ചസിൻ്റെ നമ്മുടെ മറ്റേ AC കൺട്രോൾസ്, അതായത് ട്രിനിറ്റി ഡിസ്പ്ലേ എന്നാണ് കിയനെ വിശേഷിപ്പിക്കുന്നത്. ആ ഒരു സംഭവത്തിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ പുതിയ സ്റ്റിയറിംഗ് വീല്, അതുപോലെ ഡ്യുവൽ സോൺ AC ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ
ചെയ്യാവുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, പിന്നെ ഇലക്ട്രിക് സീറ്റ്സ് ആയിക്കോട്ടെ, വയർലെസ് ചാർജർ, പിന്നെ പാനോറമിക് സെൻറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതിന് പുറമെ 360 ക്യാമറ ആയിക്കോട്ടെ, പിന്നെ സേഫ്റ്റി ആയിട്ട് 6 എയർ ബാഗ്സ്, ABS, TPD അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ വാഹനത്തിൽ ഉറപ്പായിട്ടുണ്ടാവും. ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സിസ്റ്റിംഗ് ലുക്ക് വരുന്നത്. ചിലവർക്ക് ചിലപ്പം ഈ ഒരു ലുക്കായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം. അതിപ്പോൾ മിക്ക പുതിയ വണ്ടികൾ വരുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നതാണല്ലോ. ഇനി അതല്ലാതെ ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് വ്യത്യാസം വരുന്നതായിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്, 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, പിന്നെ 1.2 ലിറ്റർ എണ്ണ പെട്രോൾ ഉണ്ട്. സിറോസിൻ്റെ കേസിൽ ഈ 1.2 ലിറ്റർ എണ്ണ പെട്രോൾ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. 1 ലിറ്റർ ടർബോയും 1.5 ഡീസലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോണറ്റിൻ്റെ എന്തായാലും അങ്ങനെ ആയിരിക്കില്ല, നമുക്ക് 3 എഞ്ചിൻസും തന്നെ ഉണ്ടാവും. കാരണം അവർക്ക് അഫോർഡബിൾ പ്രൈസ് പോയിന്റിലും കൂടെ ഒരു വണ്ടി വെക്കണം. സോണറ്റിൻ്റെ ഈ ഒരു പ്രൈസ് 7.3 lakhs ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്-ഷോറൂം. അത് അവർക്ക് 1.2 എഞ്ചിൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. 83 ഹോഴ്സ് പവറും 114 ടോർക്കൊക്കെ ഉള്ളൂ, വലിയ പവറൊന്നുമില്ല. ജസ്റ്റ് ഒരു ആവറേജ് എഞ്ചിൻ, പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളൊരു എഞ്ചിനാണ്. അത് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടർബോ പെട്രോൾ അല്ലെങ്കിൽ ഡീസലിലേക്ക് പോകും. അതാണ് നമുക്കുള്ളൊരു ഓപ്ഷൻ. പിന്നെ അവർ ഈ വാഹനത്തിൽ ഹൈബ്രിഡ് ചിലപ്പോൾ ലേറ്റർ സ്റ്റേജിൽ കൊടുക്കും എന്നുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതും കൺഫേം ആയിട്ടില്ല ഈ സെഗ്മെൻറ്റിൽ ഒരു ഹൈബ്രിഡ് കൊടുക്കുന്നതിനെ പറ്റി. പക്ഷേ എന്തായാലും 2027 സ്റ്റാർട്ടിങ്ങിൽ വരാൻ പോകുന്ന നമ്മുടെ ക്രെറ്റയിലും അതുപോലെ സെൽട്ടോസിലൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു സമയത്ത് അവർ 1.5 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മളിനിയിപ്പം നോക്കിയിരിക്കുന്ന നല്ല ഒരു ഓപ്ഷൻസ് തന്നെയായിരിക്കും. ഈ വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. 2027 സ്റ്റാർട്ടിങ് ആ ഒരു സമയത്താണ് ഈ വാഹനത്തിന് ലോഞ്ച് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി തോന്നുന്നത് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്റ്റ്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.